യെസ് സർ. താങ്ക് യു സർ. എടോ, ഇന്ന് ഇതേ കാര്യത്തിൽ വന്ന എത്രാമത്തെ കൊളാന്നറിയോ? ഇപ്പൊ DGP ആയിരുന്നു ലൈനില്. അസീസിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. എടോ, FIR പ്രതികളെ താരെന്തിനാ വെറുതെ വിട്ടത്? ഞാൻ അവരെ ചോദ്യം ചെയ്തിരുന്നു. ആ പാപ്പച്ചനും മാത്രം ജാക്കിയൊന്നുമല്ല യഥാർത്ഥ പ്രതികൾ. എടോ, പത്രങ്ങളും നാട്ടുകാരും പറയുന്ന പോലെ താൻ കിടന്ന് തകടം അറിയാതെ. സർ, നാട്ടുകാരുടെ ഊഹാപോഹങ്ങൾക്കും പത്രങ്ങളുടെ സംശയങ്ങൾക്കും പിന്നാലെയാണോ പോലീസ് കേസന്വേഷണത്തിന് പോകേണ്ടത്? സാറിന്റെ മകളാണ് ആ ഒറ്റപ്പെട്ട സംഭവത്തെ വാരി വലിച്ചെഴുതി ഒരു വർഗീയ കലാപത്തിന്റെ ആരംഭമാക്കിയത്. എന്താ ഞാൻ എഴുതിയ സത്യമല്ലേ ഡാഡി? പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയ കലാപം നടക്കുന്നുള്ളത് ഉറപ്പാണ്. ഇത്തരം ചെറിയ സംഭവങ്ങളെ പെരുപ്പിച്ചെഴുതി വായിക്കുന്നവന്റെ മനസ്സിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ പത്രക്കാരാണ് യഥാർത്ഥത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കുന്നത്. മനഃപൂർവ്വം പ്രതികളെ രക്ഷിക്കാനുള്ള ഈ ASPയുടെ നീക്കമാണ് ഇപ്പൊ കലാപം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പത്രപ്പണിയിൽ ലേവൽ കിട്ടിയെന്ന് കരുതി എന്ത് തോന്നിയാത്ത എഴുതുകയും പറയുകയും ചെയ്യാന്നുള്ള വ്യാമോഹമല്ലോ, അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഈ പോലീസിന്റെ വകുപ്പും തൊഴിലും തന്നെ പഠിപ്പിക്കണ്ട. തൽക്കാലം പത്രപ്പണി മാത്രം നോക്കിയാൽ മതി. പോലീസ് വേഷമിട്ടവർക്ക് മാത്രമേ പോലീസിന്റെ വകുപ്പ് നിയമവും അറിയാവൂന്ന് നിങ്ങളും കരുതണ്ട. സ്റ്റോപ്പ്. നിങ്ങൾ തമ്മിലുള്ള തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ. മിസ്റ്റർ സനൽ, 24 hours പ്രതികളെ കസ്റ്റഡി എടുക്കണമെന്ന് DGP ഓർഡർ ഉണ്ട്. കേട്ടില്ലേ? ടൗണിലെ ചാലൂക്യവാറിന്റെ മുമ്പേ ആട്ടോ പിടിച്ചത്. എവിടേക്ക് പോകണമെന്ന് പറഞ്ഞ? പള്ളിത്തുറയ്ക്ക് പോകാനെന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. വണ്ടിയിൽ വെച്ച് തന്നെ ഉടക്കം മുഴക്കം ഒക്കെ നടന്നു. മദ്യപിച്ചിട്ടുണ്ടായിരുന്നു? രണ്ടുപേരും നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു സാർ. വഴിയിൽ വെച്ച് തന്നെ ആ ബക്കർ എന്ന് പറയുന്ന ആള് അസീസിനെ നിർബന്ധിച്ച് പിടിച്ചിറക്കി. പിന്നെ ഉണ്ടായെന്ന് എനിക്കറിയില്ല സാർ. അധികാരത്തെ ചോദ്യം ചെയ്യാൻ വന്നതല്ല നമ്മൾ. പക്ഷേങ്കിൽ ബക്കർ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കണില്ല. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് എന്റെ കടമയല്ല. കോടതിക്ക് ആവശ്യമായ തെളിവോടെയാണ് ഞാൻ ഇവനെ കസ്റ്റഡിയിലെടുത്തത്. നിങ്ങൾ എന്ത് കുന്തം തെളിവുണ്ടെന്നാ പറയണേ? കള്ളത്തെളിവുണ്ടാക്കിയിട്ട് അവനെ കൊടുക്കാനാണ് പോതിച്ചാല് അത് നടക്കാൻ പോണില്ല, മനസ്സിലായിക്കോളി. എഴുതാപ്പുറം വായിക്കാതിരിക്കും ഉസ്താദെ. തെളിവും മൊഴിയും വെച്ച് നിങ്ങളുടെ മുമ്പിൽ ഓൻ കുറ്റവാളി ആയിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ ഈ തുറയെ കാല് കുത്തിയ പിന്നെ ഓനെന്നല്ല ആരും തന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് വന്ന് ഓനെ ജാമ്യത്തിൽ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായില്ലേ? അസീസിനെ കൊന്നത് ഇവനാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഇവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇനിയും നിങ്ങൾ കൂടുതൽ മനസാക്ഷി പ്രസംഗം നടത്തി ബുദ്ധിമുട്ടണമെന്നില്ല. സത്യം മുഴുവനും മനസ്സിലാക്കാതെ ബന്ധം ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. ഓൻ എവിടെ കൊണ്ടെന്ന് ദണ്ഡിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചാണ് താങ്കളുപ്പ. വിവേക്കേട് പറയാതെ ഉസ്താദെ. വരി പോ. ശരി സാർ. Take him. Yes, Meka speaking. മാഡം, ASP ഓഫീസിൽ വന്നാൽ അസീസിന്റെ യഥാർത്ഥ ഘാതകന്റെ പേരും വിവരവും തരാം. പിന്നെ കൂട്ടത്തിൽ ക്യാമറ അവിടെ കൊണ്ടുവന്നാല് കുറെ സ്റ്റാഫ് എടുത്തോണ്ട് പോവാം. എന്നിട്ട് ജേർണലിസവും പോലീസ് ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഡാഡിയോട് ചോദിച്ചു മനസ്സിലാക്കി. ഏതായാലും അങ്ങേരും ഒരു IPS കാരനാണല്ലോ. ചിലപ്പോ അറിയാൻ കഴിഞ്ഞേക്കും. ഈ പടിഞ്ഞാറത്തുറ പുത്തമ്പള്ളി എവിടെ?
ആ ഐസ് ഫാക്ടറി കഴിഞ്ഞ ഇടത്തോട്ടുള്ള ചെറിയ റോഡ് നേരെ ചെല്ലുന്നത് പടിഞ്ഞാറേത്തറ പുത്തമ്പള്ളിക്കാണ്. താങ്ക്സ്. ശരി ശരി. നാട്ടിൽ വന്ന കാലം തൊട്ട് എനിക്കോനറിയാം. ദർസിൽ ഒത്തു പഠിക്കാൻ വരുമായിരുന്നു. 1-ാം ജുസ് കഴിഞ്ഞപ്പോ നിർത്തി. എങ്കിലും ദീനോട് അതവ് കാട്ടുന്നോനാ ബക്കർ. ഓനത് ചെയ്യൂല തങ്ങളുപ്പ. ബക്കറും അസീസും ചക്കരയും ബീരയും പോലായിരുന്നു. ഒക്കെ നേരെ തന്നെ. ഉസ്താദും ഹാജാരും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളി. ഈ ദുനിയാവില് ഇപ്പോ നിരൂപിക്കുന്ന പോലെയല്ല ഒന്നും സംഭവിക്കുന്നത്. കാലണക്കി മനുഷ്യനെ കടിച്ചു കീറുന്ന കാലം. ഒരു വല്ലാത്ത കാലം. പാപ്പാ ആഹാ പാപ്പാ വാഹയാ, നീ ഇങ്ങോട്ട് വന്ന. എന്നോട് പോരണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ല പാപ്പാ. ഏത് ബാപ്പ? എന്റെ മോനാണ് നസീർ. വലിയ പാട്ടുകാരനാണ്. അത് ഈ പെട്ടി കണ്ടപ്പോ പിടി കിട്ടി. നാട്ടില് സംഗീതത്തിന്റെ സ്കൂൾ നടത്തുകയാണ്. അല്ലോ അത് നിർത്തി പാപ്പാ. എന്നിട്ടാ ഇങ്ങോട്ട് പോകുന്നത്? അതെ, ബാപ്പ ഇവിടെ, ഞാൻ അവിടെ ആയിരുന്നു. അത് പറ്റത്തില്ല. ഞാൻ അടുത്തുള്ളപ്പോ തന്നെ സമയത്തിന് മരുന്ന് ആഹാരവും കഴിക്കാറില്ല. ഈ ബാപ്പയ്ക്ക് ഒരു 100 കൂട്ടം അസുഖങ്ങളുണ്ട്. പള്ളിക്കാരിയോ നാട്ടുകാരിയോ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, ആഹാരവും മറക്കും, മരുന്നും മറക്കും. അതാ സ്വഭാവം. എന്റെ സ്വഭാവം തിരുത്താൻ നീ ആര്? എന്റെ ബാപ്പയാ. എന്നെ ശുശ്രൂഷിക്കാനെന്നും പറഞ്ഞ് നല്ല നിലയിൽ നടക്കുന്ന സ്കൂൾ പൂട്ടിയിട്ട് പോരണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? തങ്ങളുപ്പാപ്പ, എന്തിനാണെങ്കിലും ഒരാൾ സഹായത്തിനുള്ളത് നല്ലല്ലേ? പാട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൽ നമുക്ക് ഇവിടെ തുടങ്ങാനാ. ഇക്കാ ഞാൻ വന്നതിന് ബാപ്പ വഴക്കുറന്നൊക്കെ വെറുതെയാ. ബാപ്പയുടെ മനസ്സിലെ ഞാൻ വരണമെന്നുണ്ടായിരുന്നു. ദേ വന്നപ്പോ വലിയ വെയിറ്റ് ഇടുന്നതല്ലേ. ഓക്കെയോ? ഇങ്ങോട്ട് തിരിച്ചോ? മേടിക്കും ചെക്കൻ. ഉള്ളി കൊണ്ട് ചുമടക്കിറക്ക്. Please come. Come on. Come. ഇയാളാണോ ബഡാ ബോസ്? കണ്ടിട്ടൊരു സർക്കസ് ബഫൂണിനെ പോലെ ഉണ്ട്. ഡൂക്കിലി അയാളെ കൂടെ ഈർക്കിൽ പോലൊരു മദാമ്മ ഉണ്ടല്ലോ. Yeah. അതായിരിക്കോ ബോസ്? നമസ്കാരം ഹമാരാ ബോസ്. ഹം ബോസ് നഹീ, കുക്കു സിംഗ് ഹൂം. അയ്യേ കക്കൂസ, ഇതെങ്ങനെ പുറത്ത് പറയൂണ്ണ? കക്കൂസല്ല, കുക്കു സിംഗ്. ആയുഷ്മാൻ ഭവ. താങ്ക് യു. കീപ് ഇറ്റ്. വണ്ടർഫുൾ വണ്ടർഫുൾ. വേഷം കെട്ടി വന്നിരിക്കുന്നു. അയ്യോ എന്നെ ഞെക്കരുതേ സാർ. യെസ് ബോസ്. ഓക്കെ ബോസ്. ഓക്കെ ബോസ്. അമീർ ഭായ്, ഇവരെ ബോസ് അയച്ചതാ. ഇത് കാദറിൻ ഡിസിൽവ, ഇത് കുക്കു സിംഗ്. നമസ്കാരം. നമ്മുടെ ഇനാഗ്രേഷൻ ദീപം തെളിയിക്കുന്ന ഇവരാ. പ്ലീസ് കം. Catherine, you fire here. Here.
ജാമ്യം കിട്ടായിരിക്കാൻ പ്രോസിക്യൂട്ടർ മാക്സിമം നോക്കി. 10 ദിവസം കൂടെ അകത്ത് കിടന്ന് എനിക്കെന്ത് ഇല്ല സാറേ. കോടതിയിലൊക്കെ കുറച്ചുകൂടി മര്യാദയായിട്ട് പെരുമാറണം ബക്കറെ. ഓ, ഞങ്ങൾ ഈ തുറക്കാൻ രീതിയിൽ കൂടുതൽ മര്യാദ ഒന്നും പഠിച്ചില്ല എന്റെ വക്കീൽ സാറേ. ആ, ഞാൻ പോട്ടെ. ആ ശരി. ആ, പിന്നെ കാണാം. ശരി. ബക്കർ വണ്ടി ഇറങ്ങി പോകുന്നു സാർ. ഓവർ. അവന്റെ തുറയിലേക്കാണെന്ന് തോന്നുന്നു സാർ. ഓവർ. ഓവർ. മാരുതി വാൻ തിരിച്ചു പോയ ശബ്ദമാണ് സാർ ഇപ്പൊ കേട്ടത്. ഓവർ. നമ്പർ പറയൂ. നമ്പരോ? നമ്പർ നോട്ട് ചെയ്തില്ല സാർ. ഓവർ. എന്തിനാണ് കാക്കിയിട്ട് നടക്കുന്നത്? ബക്കർക്ക, എന്താ? ഞാൻ കേട്ടതൊക്കെ നേരാണ്. ആ, എന്തിനാ ഈ ഏടാകൂടങ്ങൾക്കൊക്കെ പോണേ? എന്നെ ഉപദേശിക്കാൻ വന്നാ? ഓരോന്ന് കേൾക്കുമ്പോ ചങ്ക് പൊട്ടുക. ഞാനും മുത്തും മതം മാറാം, എന്നിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം. എന്റെ ഒപ്പം ജീവിക്കാനാണ് നീ മുത്തും മതം മാറുന്നെങ്കിൽ പടിഞ്ഞാറത്തുറ എന്റെ വീട്ടിൽ താമസിക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ആർക്കും വേണ്ടി ഒരാൾ മതം മാറണമെന്നില്ല. എന്തിനാ ബക്കർക്ക ഈ പിടിവാശി? എനിക്ക് പിടിവാശിയുണ്ട്. പണ്ടേ നിനക്ക് അറിഞ്ഞൂടെ? ഈ തുറയില് അവരുടെയൊക്കെ മുന്നിൽ എന്താ വിഷമമുണ്ടോ? എന്നാ വേണ്ട. ഇപ്പൊ ആരും വന്ന് അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ മതം മാറി വരാൻ. ഹലോ. യെസ് ബോസ്. ഈ ബീച്ചും ഹാർബറും ഒക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ആ ഭാഗത്തൊക്കെ ചിപ്പി വരുന്ന തൊഴിലാളികൾ എപ്പോഴും കടലിലുണ്ടാവും. അതെ, കടലിൽ നിന്നും ധാരാളമായി കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് കക്കയിറച്ചി. യെസ് ബോസ്, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ രാജേഷ്, കിഴക്കേ തുറയിലെ ജബദാസിനെയും പടിഞ്ഞാറേ തുറയിലെ ബക്കറിനെയും കണ്ട് ഇന്ന് തന്നെ ചിപ്പി വാരുന്ന സ്ഥലത്തെല്ലാം വിഷം തളിക്കാൻ ഏർപ്പാട് ചെയ്യണം. ദാദാ, ഇന്ന് തന്നെ വേണം. ബോസിന്റെ ഓർഡറാണ്. എങ്കിലും നമ്മുടെ ചരക്കുകൾ കരക്കടിപ്പിക്കാൻ പറ്റും.
എന്താ മോളുടെ പേര്? പേര് പറഞ്ഞാൽ വിടാം. ദാ, വിട്ടു. ഐ, പേര് പറഞ്ഞില്ല. രണ്ട് കുമ്പളങ്ങയൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, ഹാപ്പി ന്യൂ ഇയർ.